സാർ ചായ. താങ്ക് യു. ഇതെന്താ ഇതിനെ മാലാഖമാരുടെ കട എന്ന് പേരിട്ടിരിക്കുന്നത്? മാലാഖമാർ നടത്തുന്ന കടയായതുകൊണ്ടാണ്. മാലാഖമാര് നടത്തുന്ന കടയാണോ? അതെന്താ അങ്ങനെ? ഞാൻ അച്ഛനെ വിളിക്കാം. ഞങ്ങളിങ്ങനെ കോട്ടയത്തു നിന്ന് കുമളിക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇവിടെ ഈ മാലാഖമാരുടെ കട, മാലാഖമാരുടെ വില്ലേജ് എന്നൊക്കെ വന്ന് കണ്ടത്. ഇതുവരെ അങ്ങനെ ഒരു കട കണ്ടിട്ടില്ല ഈ വരുന്ന വഴിക്കൊന്നും. അപ്പോൾ വളരെ കൗതുകം തോന്നി കയറിയതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ അവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ മാലാഖമാർ. അപ്പോൾ എന്നോട് പറഞ്ഞു മാലാഖമാർ നടത്തുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഡയറക്ടർ അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അച്ഛൻ്റെ പേര്? എൻ്റെ റോയ് മാത്യു വടക്കേ. എന്താണ് അച്ഛൻ ഇങ്ങനെ ഒരു മാലാഖമാരുടെ കട എന്നൊരു പേര്? മാലാഖമാരുടെ കട മാലാഖമാരുടെ ഗ്രാമത്തിലെ ഒരു പ്രവർത്തന സംവിധാനമാണ്. മാലാഖമാരുടെ ഗ്രാമം എന്നുള്ളത് ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്കും അവിടെ മാതാപിതാക്കന്മാർക്കും വേണ്ടിയുള്ള ഒരു പഠന പരിശീലന പുനരധിവാസ സംവിധാനമാണ്. ഈ മാലാഖമാരുടെ ഗ്രാമം എന്ന് പേര് വെറുതെ യാദൃച്ഛ്യമായി കൊടുത്തതല്ല, മറിച്ച് വളരെ ബോധപൂർവം ആലോചിച്ച് നൽകിയ ഒരു പേരാണ്. കാരണം ഈ ലോകത്തിൽ ബോധപൂർവം തെറ്റിയാത്ത ഏക മനുഷ്യരെന്ന് പറയുന്നത് ബുദ്ധിപരമായ പരിമിതിയുള്ളവരാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വസിക്കുന്ന ഇടം മാലാഖമാർ വസിക്കുന്ന ഇടമാണ്. അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലം മാലാഖമാരുടെ ഇടപെടൽ നടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന 9 ഏക്കറോളം വരുന്ന ഈ ഏരിയയെ നമ്മൾ മാലാഖമാരുടെ ഗ്രാമം എന്നാണ് കൊടുത്തിരിക്കുക. ഇവിടെ ഈ ഗ്രാമത്തിൽ വൂം ടു ടൂം അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ അവരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾ ഇവർക്ക് വേണ്ടി നടത്തുക. അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഈ വിധത്തിലുള്ളത് ജനിച്ചു എന്നറിയുമ്പോൾ ആ മാതാപിതാക്കന്മാർ സ്വാഭാവികമായി ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ദൈവമാണ് ഒരു കുഞ്ഞിന് രൂപം നൽകുന്നതെന്നും ദൈവം നൽകുന്ന കുഞ്ഞിനെ ദൈവം നൽകുന്നത് സ്വീകരിക്കണമെന്നുള്ള ആ സഭയുടെ വലിയ പ്രബോധനവും സഭയുടെ വലിയ ചിന്തയും സമൂഹത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ട് ജീവൻ്റെ ഏതവസ്ഥയിലാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കുക. അതിനുശേഷം ആ കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്തി ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ കൂടെ നിൽക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ജനിച്ചു കഴിഞ്ഞാൽ ആഴ്ചകൾക്കുള്ളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഇതര സംവിധാനങ്ങൾ, എയർലി ഇൻ്റർവെൻഷനുള്ള സൗകര്യം നമുക്കിവിടെയുണ്ട്. തുടർന്ന് വിവിധ തെറാപ്പികൾ നമുക്കുണ്ട്. ഏഞ്ചൽസ് ഗാർഡൻ എന്ന പേരിൽ നമുക്കിവർക്ക് വേണ്ടി ഒരു തെറാപ്പി സംവിധാനമുണ്ട്. അവിടെ ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, സൈക്കോളജിസ്റ്റുണ്ട്, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, ഇങ്ങനെ വിവിധങ്ങളായ തെറാപ്പികൾ ഇവിടെ ഉണ്ട്. തുടർന്ന് 4 വയസ്സ് മുതൽ മുകളിലേക്കുള്ള കുട്ടികൾക്ക് ആശാനിലയം വരെ സ്പെഷ്യൽ സ്കൂളുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി 2 തൊഴിൽ പരിശീലനങ്ങൾ നമുക്കുണ്ട്. ആശ്വാസ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 20ഓളം വിവിധ ആക്ടിവിറ്റീസ്, ടൈലറിംഗ് ആകാം, ഡിറ്റർജൻ്റ് ആകാം, സ്ക്രീൻ പ്രിൻറ്റിംഗ് ആകാം, ആർട്ടാകാം, ക്രാഫ്റ്റ് ആകാം, അങ്ങനെയുള്ള പരിശീലനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. മറ്റ് ഒന്ന് വ്യത്യസ്തമായി നമുക്കുള്ളത് വി ഫാം എന്ന പേരിൽ ഒരു ഫാം സ്കൂൾ നമുക്കുണ്ട്. അത് കാഞ്ഞിരപ്പള്ളിയിലെ പുളിമാവിൽ 10 ഏക്കർ സ്ഥലത്ത് 16 പ്ലോട്ടുകളായി തിരിച്ച് ഓരോ കൃഷിയുടെ രീതി അനുസരിച്ചുള്ള പരിശീലനം അവിടെ നൽകുന്നുണ്ട്. കൂടാതെ നമുക്ക് വലിയൊരു ഫാമുണ്ട്. പശു, ആട്, കോഴി, മീൻകുളം തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടി. വീണ്ടും ഈ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ 4 ബോർഡിങ്ങുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റോ ഒന്നാണ് മാലാഖമാരുടെ വീട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും ആജീവനാന്തം താമസിക്കാൻ പറ്റുന്ന 18ഓളം വീടുകൾ ഓൾറെഡി നമ്മൾ പണി പൂർത്തിയാക്കി. ഭൂരിഭാഗം വീടുകളും ആൾക്കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. 8ഓളം ഫാമിലികൾ താമസം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ബുദ്ധിപരമായ പരിമിതിയുള്ള ഒരു കുഞ്ഞിനെ അക്കാഡമിക്കലി വളർത്തി ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരെയും സാധിക്കുകയില്ല. അപ്പോൾ ഇവരെ ഒരു തൊഴിൽ പഠിപ്പിക്കണം. തൊഴിൽ പഠിച്ച് പരിശീലിച്ച് ഇവരെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് മാലാഖമാരെ കൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു കട തുടങ്ങിക്കൂടാ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാഞ്ഞിരപ്പള്ളി പുളിമാവിൽ 1 വർഷം മുമ്പ് മാലാഖമാരുടെ ആദ്യത്തെ കട നമ്മൾ ആരംഭിച്ചു.
അത് നമ്മൾ ആരംഭിച്ചത് അവിടെ ഫാമിലുള്ള വിവിധ സാധനം പാല്, തൈര്, കോഴിമുട്ട, താറാമുട്ട, കപ്പ, ചേന, ചേമ്പ്, ഇങ്ങനെ നമ്മുടെ ഫാമിലുള്ള സാധനങ്ങൾ കൊടുക്കാൻ ആരംഭിച്ചു. അത് ജനങ്ങൾ വളരെ ടേക്കപ്പ് ചെയ്ത് ഇപ്പോൾ അടുത്ത കാലത്ത് ആ കട മൊത്തം റിനോവേറ്റ് ചെയ്ത് അവിടെയുള്ള അയൽക്കാരത് ചെയ്തു തന്നു. അപ്പോഴത്തേക്ക് പലചരക്ക് സാധനങ്ങളുണ്ട്, അവിടെയും കാപ്പി, ചായ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും ഇവിടെ 19 മൈൽ ചെങ്കല്ലിൽ എന്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ഒരു കട കൂടി ആരംഭിച്ചുകൂടാ എന്ന് ആലോചിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ കട ആരംഭിക്കുക. അവിടെയുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായി ഇവിടെ ഉള്ളത് എന്തെന്ന് ചോദിച്ചാൽ ഇത് വളരെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു കടയാണ് നമ്മൾ ക്രമീകരിച്ചത്. ഇവിടെ ജോൺ ചേട്ടൻ എന്നുള്ള പേരൻ്റ് തന്നെയാണ് ഈ കടയുടെ മാനേജർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കട ഇവിടെ പ്രവർത്തിക്കുക. ഇവിടെ ഭിന്നശേഷിയുള്ള കുറേ കുട്ടികൾ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അതിൽ ചില കുട്ടികളുടെ കുടുംബം തന്നെ ഇവിടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അത് മുന്നോട്ട് പോകുക. കൂടാതെ ഇത് നമ്മൾ ഒരു ബിസിനസ്സാണ് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ ബിസിനസ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കുട്ടികൾക്കൊരു തൊഴിൽ പരിശീലനം നൽകുവാനും ഒരു തൊഴിൽ നൽകുവാനും ആ തൊഴിലിലൂടെ അവർക്ക് ന്യായമായ വേതനം ലഭിക്കുവാനും അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് പൊതുസമൂഹത്തെ പഠിപ്പിക്കുവാനും ഒക്കെയുള്ള ലക്ഷ്യങ്ങളാണ് നമുക്കിതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് അനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഇതോടെ നമുക്ക് മനസ്സിലായി. ഈ കടയിൽ ഈ കുഞ്ഞുങ്ങൾ നടത്തുന്ന കാരണത്താൽ തന്നെ ധാരാളം ആൾക്കാർ വരികയും സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രധാനമായും നല്ല ഒരു കോഫി ഷോപ്പാണ് നമുക്കുള്ളത്. നമ്മൾ ചായ, കാപ്പി, കൂടാതെ ഫ്രഷ് ജ്യൂസ്, ഷേക്ക്, സ്നാക്സ് അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഐസ്ക്രീം ഉൾപ്പെടെയുള്ള ഒരു കടയുണ്ട്. കൂടാതെ നമ്മൾ ഇത് ടൂറിസത്തെ കൂടി അട്രാക്റ്റ് ചെയ്യണം. കാരണം മാക്സിമം പണം ഇവിടെ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് മാക്സിമം സഹായം ചെയ്യണമെന്നുള്ള ലക്ഷ്യം നമുക്കുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് വലിയ ഒരു പാർക്കിംഗ് ഏരിയയുണ്ട്. ബസ് ഉൾപ്പെടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട്. കൂടാതെ 6 നല്ല ടോയ്ലറ്റുകൾ ഉണ്ട്. അപ്പോൾ ടൂറിസം യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ വണ്ടി വന്ന് പാർക്ക് ചെയ്യാനും ഒരു ജേർണി ബ്രേക്ക് എടുക്കുവാനും അല്പം വിശ്രമിക്കുവാനും ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കും. ഒപ്പം ഇവിടെ നമ്മൾ നാച്ചുറൽ സ്പൈസസ് വിൽക്കുവാനുള്ള നല്ലൊരു ഏരിയ നമുക്കുണ്ട്. കൂടാതെ നല്ല ക്രാഫ്റ്റ് ഐറ്റംസ്, അത് ആന, ഹൗസ് ബോട്ട്, ഇങ്ങനെ തുടങ്ങി നല്ല തടി കൊണ്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെയുണ്ട്. കൂടാതെ നമ്മുടെ കുട്ടികൾ തന്നെ ചിരട്ടയിലുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുണ്ട്, തിരിയുണ്ട്, ഡിറ്റർജൻറ്റ് ഐറ്റംസ് ഉണ്ട്, അനവധി കാര്യങ്ങൾ, ചവിട്ടി, ഇങ്ങനെ തുടങ്ങി അനവധി പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നതുണ്ട്. ബോട്ടിൽ ആർട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മൾട്ടി സർവീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കട ക്രമീകരിച്ചിരിക്കുക. ഇവിടെ മൊത്തം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ സെയിൽസ് ആയിട്ട് നിൽക്കുന്നത് ഈ കുട്ടികളാണ്. സെയിൽസ് സർവീസിൽ എല്ലാം തന്നെ നിൽക്കുന്ന കുട്ടികളാണ്. ഇവിടുത്തെ കാര്യങ്ങളല്ല. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടോ ഇവിടേക്ക്? ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് എക്സ്പെർട്ടിസം വേണ്ട, അതായത് പ്രത്യേകിച്ച് ഷെയ്ക്ക്, ചായ, കാപ്പിയൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. എന്നാൽ അതിനെ സഹായിച്ചു കൊടുക്കാൻ നമ്മുടെ കുട്ടികളും ഉണ്ടാകും. പിന്നെ ക്യാഷിൻ്റെ കാര്യത്തിൽ പേരൻ്റ് തന്നെയാണ് കാര്യങ്ങൾ, ജോൺ ചേട്ടനാണ് അതിൻ്റെ കാര്യങ്ങൾ നേതൃത്വം വഹിക്കുന്നത്. കൂടാതെ മറ്റ് ബില്ലിങ്ങിനും സഹായിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമായൊരു സർവീസിലാണ് കുട്ടികളുടെ ഇടപെടൽ കൂടുതലുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത് മാലാഖമാരുടെ ഒരു കട തന്നെയാണ്. എന്തായാലും ആ ഒരു പേര് കണ്ട് ഞങ്ങൾ കയറി കൃത്യമായിട്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഈ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഇത് കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഇത് സ്പൈസസ് ആണ്. പിന്നെ ഇവിടെ ഒരു ഏരിയ നമ്മുടെ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ വളരെ നോവൽറ്റിയുള്ള സാധനങ്ങളാണ്. ഈ തിരികൾ മൊത്തം കുട്ടികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പം അക്കരമ്മയുടെ മാതാവിൻ്റെ ഒരു രൂപമാണെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ഡേയുടെ അവസരത്തിൽ അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ അവസരത്തിൽ ഫോട്ടോ വെച്ച് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ഈ ഒരാളുടെ രൂപം വെച്ചുകൊണ്ടുള്ള തിരി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് ഭയങ്കര അട്രാക്ഷൻ ഉള്ളതാണ്. ആയിരക്കണക്കിന് തിരികൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഓർഡർ ചെയ്താൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഫോട്ടോയും കൂടെ കൊടുത്താൽ ഇത് ചെയ്ത് തരാനായിട്ട് തരാൻ പറ്റും. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കുട്ടികളാണ്. പിന്നെ തിരിയുടേത് അനവധി വെറൈറ്റി ഉണ്ട്. ഇത് ഏഞ്ചൽസ് ക്യാൻഡിലാണ് നമ്മളുടെ ഒരു നെയിം. ഈ ഇരിക്കുന്നതെല്ലാം ഇത് പള്ളികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, കുർബാനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തിരികളാണ്. കൂടാതെ ഇത് ബാമ്പുവിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്.
മുളയിലുണ്ടാക്കുന്നതാണ്. പിന്നെ നാച്ചുറൽ സാധനങ്ങളൊക്കെ കൂടെ ചേർത്ത് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇത്. ഇപ്പം രൂപങ്ങൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മാതാവിൻ്റെ രൂപം വെച്ച് അതെ അതെ ഇത് മേടിച്ച് ഇവർ തന്നെ ഇത് ഒട്ടിച്ചെടുത്ത് ഇത് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഡിറ്റർജൻറ്റ് ഒരു 7 ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ബി ഏബിൾ പ്രോഡക്ട്സ് എന്നാണ് പറഞ്ഞത്. ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളവർ ഏബിൾ ആകുമ്പോൾ ബി ഏബിൾ പ്രോഡക്റ്റ് ആകുന്നു. അപ്പോൾ ഇത് സോപ്പ് പൊടിയാണ്. കൂടാതെ ഇത് ടോയ്ലറ്റ് ക്ലീനറാണ്. വീണ്ടും ഇത് ഹാൻഡ് വാഷാണ്. ഇത് ലിക്വിഡ് സോപ്പാണ്. പാക്ക് ചെയ്ത് ഇത് ലോഷനാണ്. ഇതിൽ ചില ഐറ്റംസ് പൂർണ്ണമായും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു, മറ്റുള്ള നമ്മൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ പാക്കറ്റിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഡിഷ് വാഷുണ്ട്, സ്റ്റാർച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ 7ഓളം ഐറ്റംസ് നമ്മൾ ഡിറ്റർജൻറ്റ് തന്നെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ പടങ്ങൾ ഇതും നമ്മളെ കുട്ടികൾ ചെയ്യുന്നതാണ്. ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള വിവിധ ടൈപ്പ് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഇവരിത് നമ്മൾ വാങ്ങുമ്പോൾ ഈ കുട്ടികൾ ഇത് ചെയ്യുന്ന ഇത്ര ഒരു മഹനീയ കർമ്മത്തിന് അവർക്ക് നൽകുന്ന വലിയൊരു പ്രോത്സാഹനമാണ്. ഒപ്പം അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് തുണിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. വേസ്റ്റ് തുണിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചവിട്ടിയാണ്. ഇത് മറ്റ് സാധാരണ ചവിട്ടിയേക്കാൾ ഡ്യൂറബിളുമാണ്. ഇത് ചിരട്ടയിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് ടീച്ചേഴ്സും കുട്ടികളും കൂടെ ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. മൊത്തം ചിരട്ടയിലാണ്. ഇത് വിവിധ തരത്തിലുള്ളത് കുറേ സെയിലായി പോയതാണ്. ഇത് പാത്രം ഇങ്ങനെ കപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മറ്റു കുറേ ഈ കാണുന്ന മറ്റ് ഐറ്റംസ് നമ്മൾ കുറേ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. സ്പൈസസ് ആ ഒരു ഏരിയയിലാണ്. ഇത് ഓർഗാനിക് സ്പൈസസും ഉണ്ട്, മറ്റുള്ള സ്പൈസസും ഉണ്ട്. ഇനി ഇത് നമ്മൾ പല സ്ഥലത്തും ഇത് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ തന്നെയാണ്. നമ്മുടെ ഫാമിലെ തന്നെ കുരുമുളകാണിത്. നമ്മൾ തന്നെ നമ്മുടെ കുരുമുളകാണ്. ഇതും അറിയിക്കുന്നതിൽ വളരെ സന്തോഷമാണുള്ളത്. കാരണം ഇത് നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്ത് ഉണങ്ങിയെടുത്ത കൂവപ്പൊടിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 420 കിലോ പൊടി നമ്മളുണ്ടാക്കി. കഴിഞ്ഞ മുമ്പിലത്തെ വർഷം 300 കിലോ പൊടി ഉണ്ടാക്കി. 420 കിലോ പൊടി ഉണ്ടാക്കണമെങ്കിൽ 420 × 8 കിലോ റോ കൂവ അരച്ചാൽ മാത്രമേ 1 കിലോ പൊടി കിട്ടുകയുള്ളൂ. ഇത് കുട്ടികൾക്ക് ഭയങ്കര ആവേശമാണ്. എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യം. അതുപോലെ കപ്പ ഈ പ്രാവശ്യം 4 പ്രാവശ്യം ഞങ്ങൾ കപ്പ പാട്ടി ഏകദേശം ഒരു 2500 കിലോ ഉണക്ക് കപ്പ നമുക്ക് ഈ വർഷം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയൊരു ആഘോഷം പോലെയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ഫാമിങ് മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഒരു കുടുംബ അന്തരീക്ഷവും ഒരു സൗഹൃദവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വീട്ടിൽ പോയി, ഇപ്പം കോഴി വളർത്തലാണ്, വീട്ടിൽ പോയി അവർ കോഴിയെ വളർത്താൻ പറ്റും, പയർ വീട്ടിൽ പോയി നടാൻ പറ്റും, വെണ്ടയാണെങ്കിൽ അവർക്ക് നടാൻ പറ്റും. അങ്ങനെ ഒരു നാച്ചുറൽ ലൈഫ്. പിന്നെ അതിൻ്റെ അകത്ത് മറ്റൊന്നും കൂടെ ഉള്ളത് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് തെറാപ്പിയാണ്. കൂടാതെ പെറ്റ് തെറാപ്പി എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ലൈഫിനും കൂടെ സഹായകമാകുന്ന ഒന്നാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ തുടക്കമാണ്. ഇത് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പ്രകാരം ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി മൈൻഡിൽ വന്നതാണോ ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കട തുടങ്ങാമെന്നുള്ളത്? തീർച്ചയായിട്ടും അതെ. കാരണം ഞാൻ അനവധി സ്ഥലങ്ങളിൽ പോവുകയും കാണുകയും ചെയ്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വെറുതെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി സ്റ്റേബിളായിട്ടും നിലനിൽക്കുന്നതുമായ സംവിധാനങ്ങളുണ്ടാകുക. കൂടാതെ നമ്മളുടെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഫിനാൻഷ്യലി നമ്മൾ തന്നെ അധ്വാനിച്ച് കണ്ടെത്തുന്നതാണ്. അപ്പോൾ സഭ്യമായ എല്ലാ മാർഗങ്ങളും ഇവർക്കൊരു പണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കടയാകുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു സൈഡിൽ ബിസിനസ്സാണ്, മറു സൈഡിൽ കുഞ്ഞുങ്ങൾക്കൊരു പരിശീലനമാണ്, മറ്റൊരു വിധത്തിൽ ഇവർക്ക് ഇതിനൊരു ഏണിംഗ് ആണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ ഒരു ദർശന സമൂഹത്തിന് കൊടുക്കാൻ ഈ പിള്ളേർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും.
മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാനും അധ്വാനിക്കാനും സാധിക്കും. എന്നാൽ അതിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ചിന്തകളും മൂല്യങ്ങളും കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത്. ജോൺ ചേട്ടാ, അച്ഛൻ പറഞ്ഞു ജോൺ ചേട്ടനാണ് ഈ കടയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇത്? മാലാഖമാരുടെ കടയാണ്, വളരെ മനോഹരമായ കടയാണ്. ഇത് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ടീമായിട്ട് കൊണ്ടു നടക്കുന്ന കടയാണ്. ഇവിടെ ഞങ്ങൾ രാവിലെ എല്ലാവരും ഒരുമിച്ച് വന്ന് കടയുടെ എല്ലാ കാര്യങ്ങളും ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റും നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്യും. ഒരു കസ്റ്റമർ വന്നാലും അവരെല്ലാം സ്വീകരിക്കാനും ഇരുത്താനും അവരോട് കുശലം പറയാനും ഒക്കെ ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് കുട്ടികൾ അവർക്കൊരു പരിശീലനവും അതോടൊപ്പം തന്നെ അവർക്ക് വലിയ ഒരു ആവേശമാണ്. ഇതുവരെ അവർ ചെയ്യാത്തൊരു കാര്യമാണ്. ഒരു ശുശ്രൂഷ അല്ലെ സേവന മേഖലയിലാണ് അവർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് രാവിലെ സമയത്ത് വരാനും ഈ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്ലീനിങ് ഉൾപ്പെടെ അറേഞ്ച്മെൻറ്റും അതുപോലെ ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതും അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പുകയും ഈവൻ നമ്മുടെ ഈ കപ്പും സോസറും എല്ലാം തിരിച്ചെടുത്ത് കഴുകുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടികളാണ് ചെയ്യുന്നത്. ജോൺ ചേട്ടൻ ക്യാഷിലാണ് ഇരിക്കുന്നത്, പിന്നെ മാനേജർ. ബാക്കി സെയിൽസ് എല്ലാം ചെയ്യുന്നത്, സർവീസ് ഒക്കെ ചെയ്യുന്നത് ഈ കുട്ടികളാണ് എല്ലാവരും ചെയ്യുന്നത്. എത്ര മണി വരെ ഉണ്ട് കട? നമ്മൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ രാത്രി 8. പിന്നെ ആ സമയത്ത് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 8, 8:30 അങ്ങനെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ് അവരുടെ സർവീസ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ എന്താ പറയുക? അവർക്ക് നമ്മുടെ നാട്ടിലുള്ളതും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ ഒത്തിരി യാത്രക്കാർ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. നമ്മുടെ മെയിൻ കൂടുതൽ കസ്റ്റമേഴ്സ് യാത്രക്കാരും ടൂറിസ്റ്റുകളുമാണ്. ലോക്കൽ മാർക്കറ്റ് അധികം ഇല്ല എങ്കിലും നമ്മൾ തിരക്കിലായിരിക്കുന്ന ഈ ട്രാവലേഴ്സും ടൂറിസ്റ്റുകളുമാണ്. അവർക്കെല്ലാം വലിയൊരു അത്ഭുതവും വലിയ അഭിനന്ദനങ്ങളും ഒക്കെ ഈ കുട്ടികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ അഭിനന്ദിക്കാനും ഒക്കെ വിദേശികൾ ഉൾപ്പെടെ നമുക്ക് 2-3 ടീം ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകൾ. അവർക്കെല്ലാം വലിയ അഭിനന്ദനം. കാരണം അവരൊന്നും കണ്ടിട്ടില്ലാത്തൊരു സർവീസ് മേഖലയാണിത്. ഈ കുട്ടികൾ തന്നെ താല്പര്യത്തോടെ സെർവ് ചെയ്യും. സാധാരണ നോർമൽ എന്ന് പറയുന്ന ആൾക്കാരെക്കാൾ ഉപരിയായിട്ട് കൂടുതൽ ഒരു സർവീസ് ഓറിയൻ്റായിട്ട് കൂടുതൽ ലോയലായിട്ട് എളിമയോടെ നിന്ന് അതോടൊപ്പം തന്നെ ഒത്തിരി ഊഷ്മളതയോടെ ഇവരെ സ്വീകരിക്കുകയും ഇരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈവൻ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഈവൻ കുട്ടികൾക്ക് ടിപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ടിപ്പൊന്നും മേടിക്കാറില്ലെങ്കിലും അവരുടെ ആ സന്തോഷം കൊണ്ടാണ്, സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കൊണ്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒത്തിരി ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജിയുള്ളൊരു സ്പോട്ടാണ് ഈ ഏഞ്ചൽസ് ഷോപ്പ്. ശരി, മാലാഖമാരുടെ കട പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കഴിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സും കൂടി നിറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. ഞാൻ വന്നപ്പോൾ ഒരു ചായ കുടിച്ചു, വളരെ മനോഹരമായ ഒരു ചായ. എന്തായാലും പ്രേക്ഷകരോട് പറയാണ്, നമ്മുടെ കോട്ടയം കുമളി റോട്ടിൽ 19 മൈൽ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു മാലാഖമാരുടെ കട ഉള്ളത്. റോഡ് സൈഡിൽ തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ഈ വഴി പോകുന്നവരെല്ലാം ഈ കടയിൽ ഒന്ന് കയറണം. എന്തായാലും വെച്ചാൽ ഞങ്ങളിപ്പോൾ കടയിൽ കയറിയപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഇത് അവിടെ നിന്നുള്ള വസ്തുക്കളാണ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അവരുടെ ഒരു പ്രവർത്തന മേഖലയും കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? മനോഹരമായിട്ടുള്ളൊരു ഇതാണ്, കൺസ്ട്രക്ഷനാണ് ഇത്. ഇതെന്താണ് ഇതിൻ്റെ സംഭവം? ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മാലാഖമാരുടെ കടയുടെ ഭാഗം എന്ന നിലയിൽ വിദേശ സ്വദേശ ടൂറിസ്റ്റിന് ഒരു അട്രാക്ഷൻ കിട്ടത്തക്ക വിധത്തിൽ നമ്മളൊരു റിസപ്ഷൻ എന്ന നിലയിൽ ഇവർക്ക് ഫുഡ്, നമ്മളിപ്പം ട്രാവലേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് നേരത്തെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വിദേശത്തുള്ളവർക്കായാലും നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു റിസപ്ഷൻ്റെ സെൻ്ററായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പെരുവന്താനത്തുള്ള വീട്
മാറിയപ്പോൾ ആ വീട് ഞാൻ പപ്പായോട് ചോദിച്ചിട്ട് പൊളിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. തടിയും ഈ വീടിനോടുള്ളൊരു സ്നേഹം കൊണ്ട് വീടിന്റെ തടി മൊത്തം പൊളിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന നല്ല രീതിയിൽ ഹാളാണ്. അതെ പിന്നെ ഹാളാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറഭാഗത്തേക്കാണെങ്കിലും നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ബസ് വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ടൂറിസ്റ്റിന് ഒരു ജേർണി ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഇടമെന്ന നിലയിൽ കൂടിയാണ് നമ്മൾ ഈ ഏരിയ നമ്മൾ ക്രമീകരിക്കുന്നത്. അതുപോലെ കുമളിക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ നിങ്ങൾ ഭക്ഷണം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും. നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത് ഇപ്പം കഴിഞ്ഞ മാസം ഓസ്ട്രിയയിൽ നിന്നുള്ള 40 പേര് വെച്ചുള്ള 2 ട്രിപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് ഉച്ചഭക്ഷണം നമ്മൾ ഇവിടെയാണ് കൊടുത്തത്. ഇവിടെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ കൊടുക്കും. എത്രയും കൊടുക്കും. ബാക്കി സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സൗകര്യങ്ങളുണ്ട്. എത്ര പേര് ഇൻമേറ്റ്സ് ഇവിടെ ഉണ്ട്? നമ്മളിവിടെ യഥാർത്ഥത്തിൽ താമസിക്കുന്ന 3 സെക്ഷൻ സംവിധാനങ്ങളാണ് ഉള്ളത്. ഈ കാണുന്നത് ആശ കിരൺ എന്ന പേരിൽ 18 വയസ്സ് താഴെയുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബോർഡിങ്ങാണ്. ഇവിടെ 35 പേരോളം ഉണ്ട്. സിസ്റ്റേഴ്സ് ഉൾപ്പെടെ 35 പേരോളം ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ആശ നികേതൻ എന്ന പേരിൽ 18 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബോർഡിംഗ് ഉണ്ട്. അവിടെ കുട്ടികൾ തന്നെ 26 പേരുണ്ട്. സ്റ്റാഫ് 7 പേരോളം ഉണ്ട്. കൂടാതെ മുകൾ ഭാഗത്ത് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ മാതാവ് താമസിക്കുന്ന ഏഞ്ചൽസ് ഹോം എന്ന പേരിൽ വീടുകളാണ്, അപ്പാർട്ട്മെൻറ്റ്സാണ്. 18 വീടുകളുടെ പണി പൂർത്തിയായി. മിക്കവാറും എല്ലാ വീടുകളിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഇപ്പോൾ 8 ഫാമിലികൾ താമസിക്കുന്നുണ്ട്. ഇവിടെ ടോട്ടലി 75ഓളം പേര് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ ആൾക്കാർ അവരുടെ സഹായികളുമായിട്ടുണ്ട്. കൂടാതെ ആശാനിലയം സ്പെഷ്യൽ സ്കൂള്, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും കൂടെ ഇത് കൂടാതെ 264 കുട്ടികളാണ് നമുക്ക് നിലവിലുള്ളത്. 18 വയസ്സിന് മുകളിലും 18 വയസ്സിന് താഴെയുള്ളതുമായി. കൂടാതെ 80ഓളം ജീവനക്കാർ നമ്മുടെ 11 സ്ഥാപനങ്ങളിലായി നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ 9.25 ഏക്കർ സ്ഥലമാണ് ഇത് ടോട്ടലി ഉള്ളത്. 9.25 ഏക്കർ ഭൂമി അല്ലേ? മാലാഖമാരുടെ ഒരു ഗ്രാമം തന്നെ. അതെ അച്ഛൻ ഇവിടെ സൃഷ്ടിച്ച് എടുത്തിരിക്കുക. അതെ.